എന്താ പൃഥ്വിക്കൊരു ടെൻഷൻ? എനിക്കെന്ത് ടെൻഷൻ? അപ്പോ ടെൻഷൻ ഇല്ല അല്ലേ? ഇല്ല. ഇത് പൃഥ്വിയുടെ അല്ലേ? അത് എന്റെ ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്. പക്ഷെ ഇതെന്റെ അല്ല. ഓ, എങ്കിൽ പിന്നെ അതൊന്ന് കാണിച്ചേ, ഞങ്ങളൊന്ന് കാണട്ടെ. അത് 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 ഞാൻ എവിടെ വെച്ച് മറന്നുപോയി. എവിടെയാണെന്ന് എനിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. ഒരിടത്ത് വെച്ച് മറന്നതല്ല, ഇത് തന്നെ അത്. അല്ലമ്മേ, ഇതല്ല. മതി പൃഥ്വി, നോണ പറയണ്ട. ഇത് നിന്റെ തന്നെയാ. രാവിലെ മുതൽ ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, സമ്മതിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടേ? ആ ദുർഗയുടെയും കിരണിന്റെയും റൂമില് മൈക്ക് വെച്ചത് പൃഥ്വിയല്ലേ? അതെ, ഞാനാ. അതിനിപ്പോ എന്താ? നിനക്കെന്താ പൃഥ്വി പറ്റിയത്? എന്തിനാ ഓരോ പൊട്ടത്തരങ്ങൾ കാണിക്കുന്നത്? പൃഥ്വി പറ, എന്തിനാ പൃഥ്വി അവരുടെ റൂമിൽ മൈക്ക് വെച്ചേ? പറ പൃഥ്വി. ഒരു കാര്യമില്ലാതെ നീ അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാര്യം പറ. ആ കിരണും ദുർഗയും പോലീസാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അതറിയാനാ ഞാൻ അങ്ങനെ ചെയ്തത്. പോലീസോ? അതും ആ ദുർഗ? പൃഥ്വിക്ക് എന്താ വട്ടാണോ? അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ട ഷീ. അവർക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ആ സത്യം അറിയാനാ അവരുടെ റൂമിൽ ഞാൻ മൈക്ക് വെച്ചത്. അവരുടെ സംസാരം രണ്ട് ടീച്ചേഴ്സിന് യോജിച്ചതല്ല, മറിച്ച് രണ്ട് പോലീസുകാരുടേതാണ്. അത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ. എന്തു കാര്യം? ദുർഗയും കിരണും യഥാർത്ഥത്തിൽ ഭാര്യാഭർത്താക്കന്മാരല്ല. ഹലോ അഖിൽ, പറഞ്ഞോ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അവള് ബാങ്കിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ അഖിൽ, അവൾ ഇറങ്ങും മുമ്പ് സിഐയും സംഘം അവിടെ എത്തിയിരിക്കും. അഖിലിന്റെ കണ്ണ് വെട്ടിച്ച് അവളെ രക്ഷപ്പെടരുത്. ഇല്ല, ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ, ഞാൻ ഉടനെ സിഐയെ വിളിച്ചു പറയാം. ഓക്കെ ജെഡി. ഇവിടെ ഇറങ്ങിയല്ലോ, സിഐ ഇതുവരെ കണ്ടില്ല. തുടങ്ങാം. നിങ്ങളുടെ ക്രൂരമായ പീഡനം കാരണമാണ് വിനീത മരിച്ചെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന സ്വർണത്തിന് വേണ്ടിയല്ലേ ഈ ക്രൂരത ചെയ്തത്? അയ്യോ അല്ല സർ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. പ്രസീതയുടെ കല്യാണത്തിന് വിനീതയുടെ വീട്ടിൽ നിന്ന് അവർക്ക് താങ്ങാനാവുന്നതിൽ കൂടുതൽ പണം നൽകണമെന്ന് നിങ്ങൾ വാശി പിടിച്ചില്ലേ? പ്രസീതയുടെ കല്യാണത്തിന് വിനീതയുടെ വീട്ടിൽ നിന്ന് അവർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ പണം വേണമെന്ന് നിങ്ങൾ വാശി പിടിച്ചില്ലേ? ഒരിക്കലുമില്ല. മൂന്നാറിലെ ഒരു റിസോർട്ട് വാങ്ങാനല്ലേ നിങ്ങൾ വിനീതയോട് സ്വർണം ആവശ്യപ്പെട്ടത്? ഇല്ല.
ശരിയാണ് സർ. എല്ലാം ആ സമയത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് സംഭവിച്ചു പോയത്. മതി, ഇത്രയും മതി. ഞാൻ വരുന്നവരെ ഇവരിവിടെ ഇരിക്കട്ടെ. സർ. വിനീതയ്ക്ക് അവളുടെ ഇഷ്ടങ്ങളോ അഭിപ്രായങ്ങളോ തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അവള് മനസ്സിലുള്ളത് പലതും എഴുതി വെക്കുകയും മറ്റാരും കാണാതെ പലപ്പോഴും അത് കീറിക്കളയുകയും ചെയ്യുമായിരുന്നു. അവള് മരിച്ച ശേഷം വിനീത എഴുതി വെച്ചിരുന്നതെല്ലാം നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു.